ഇത് അബി ഫ്രൂട്ടാണ്. ഇത് നിപ്പിൾ ടൈപ്പ്. പിന്നെ ജയന്റ് ഇപ്പോൾ ഈ അതിൻ്റെ തീർന്നതാണ്. ഇതിനെ ഒരു മീഡിയം സൈസിൽ വരുന്നതാണ്. പിന്നെ ഓവലുണ്ട്. ഓവൽ ഈ കൂടി ഇല്ല. ഓവൽ അവിടെ ഒരു മരം നിൽപ്പുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പോയി. രണ്ടും ടൈപ്പ് ഉണ്ടല്ലേ? ആ. സാറേ നമസ്കാരം. ഇത് അബിയു അല്ലേ? അബിയു. എന്താ ഇതിന്റെ ഒരു പ്രത്യേകത? അബിയു ഇതൊരു എന്താ പറയാ, ലാറ്റിൻ അമേരിക്കൻ ഫ്രൂട്ടാണ്. എക്സോട്ടിക് ഫ്രൂട്ടാണ്. ഇത് യെല്ലോ സപ്പോർട്ടാന്ന് പറയും. ചെറിയൊരു കറയുണ്ട്. അതുകൊണ്ട് ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കരിക്ക് കഴിക്കുന്ന പോലെ ഇരിക്കും. ഓ ശരി. അത് എന്തോരം വലിപ്പമുണ്ട്? ഇത്ര ഉള്ളൂ? അല്ലല്ല, ഇത്ര അല്ല. ഇത് 4 വെറൈറ്റി നമുക്കുണ്ട്. ജയന്റ് ടൈപ്പ് ഉണ്ട്, പിന്നെ നിപ്പിൾ ടൈപ്പ് ഉണ്ട്, പിന്നെ ഓവൽ ഉണ്ട്, പിന്നെ മിനിയേച്ചർ ടൈപ്പ് ഉണ്ട്. ഇതിനകത്ത് ചെറുതാണ്. ഇതിനകത്ത് വലിയ വലിപ്പം വെക്കില്ല. ഇത്ര വലിപ്പമൊക്കെ ഉള്ളൂ. മറ്റേ വലിപ്പമുള്ള ജയന്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു 500 ഗ്രാം 600 ഗ്രാം ഒക്കെ വരും. എത്ര പ്ലാന്റ് ഉണ്ടെങ്കിൽ? ഇത് ഇത്തവണ നമ്മൾ ഇതിനകത്ത് നിന്ന് 200 കിലോയോളം പറിച്ചാണ് പഴം. ശരി ശരി. എത്ര നാൾ കഴിയുമ്പോൾ കായ്ക്കും? ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രശസ്തമായ നഴ്സറികളുടെ വാങ്ങിച്ചു വെച്ചിട്ട് 5-6 കൊല്ലം ആയിട്ട് പൂക്കും കായ്ക്കില്ല എന്ന് പറയും. പക്ഷെ എനിക്കിവിടെ മുമ്പ് പറഞ്ഞു പറഞ്ഞാൽ ഏപ്രിൽ മെയിൽ വെച്ചത് പിറ്റേ ഒക്ടോബർ നവംബർ പഴം പറിച്ചു. അബിയു കട്ട് ചെയ്ത് നോക്കാം. ഇത് അബിയു. ഓ ശരി ശരി. എല്ലാത്തിലും 2 കായ്കളുണ്ടോ? അല്ല, ചിലതിനകത്ത് 3 എണ്ണം കാണും, ചിലതിനകത്ത് 4 എണ്ണം കാണും, ചിലതിനകത്ത് 1 എണ്ണം കാണും. ഇങ്ങനെ സ്കൂപ്പ് ചെയ്യുവാണ്. ഓ ശരി ശരി ശരി. കരിക്കിന്റെ ടേസ്റ്റാ അല്ലേ? ഇല്ല, കരി ടേസ്റ്റ് ഇല്ല. തോന്നില്ലേ? കരിക്കിന്റെ ആഷിക്കൽ സുഹൃത്ത് ആദ്യമായിട്ടാണോ അബി കഴിക്കുന്നത്? ആദ്യമായിട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു ഫ്രൂട്ടും ചെടിയെന്ന് പറിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിയുമ്പോഴതിനകത്ത് ഫ്രക്ടോസ് ഗ്ലൂക്കോസ് ആയി മാറുള്ളൂ. അങ്ങനത്തെ കാര്യമുണ്ട്. അപ്പോൾ ഇത് അബിയു ആണെങ്കിലും ഓറഞ്ച് ആണെങ്കിലും നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണെങ്കിലും ചെടിയെന്ന് പറിച്ചു കഴിഞ്ഞാൽ അത്ര സ്വീറ്റ്നെസ് തോന്നില്ല. ഫ്രക്ടോസ് ഗ്ലൂക്കോസായി മാറാനായിട്ട് 24 hours എടുക്കും. ഓറഞ്ച് മരം ഉള്ളപ്പോഴാണ് ഓറഞ്ച് മരത്തെ നമ്മൾ നേരിട്ട് പറിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇത് കിട്ടില്ല. ഒരു 24 മണിക്കൂർ 42 മണിക്കൂർ 48 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ വൈകുന്നോറും പിന്നെ മോശമായിക്കൊണ്ടിരിക്കും. അത് ഒരു അതിന്റെ ഒരു പീരീഡ് ഉണ്ട്, ഷെൽഫ് ലൈഫ് ഉണ്ട്. അത് കഴിയുമ്പോഴാണ് പിന്നെ കേടായി വരാറുള്ളത്. ശരി ശരി. നമുക്ക് സാധാരണ ഇതിന്റെ പുറന്തോട് ഏകദേശം നേരത്തെ പുറന്തോടാണല്ലേ? അതെ അതെ അതെ. നമ്മളിത് എടുത്തു കഴിയുമ്പോഴേക്കും പിന്നെ വളരെ നേരത്തെ പുറന്തോടാണ്. അപ്പൊ ഇതിനെങ്ങനെയാ മാർക്കറ്റ്? ഇത് മാർക്കറ്റ് ഞാനും കൊടുത്തോണ്ടിരുന്ന ആദ്യമൊക്കെ 250 രൂപ കിലോ കൊടുത്തോണ്ടിരുന്നത്. 250 രൂപ, പിന്നെ 200 രൂപ, പിന്നെ 150 രൂപ. 1 കിലോ എന്തോരം? എത്ര ഉണ്ടോ? 1 കിലോ ചിലതൊക്കെ 2 ഉള്ളൂ. 1 കിലോ അത്രേ ഉള്ളൂ. ജയന്റ് അബിയു. പിന്നെ ഇതെല്ലാം ജയന്റ് അബിയു. ഇത് ഡിമാൻഡ് സപ്ലൈ ആണ്. അപ്പൊ അതിന്റെ തൈ കൊടുക്കുന്നത് നഴ്സറിക്കാർ കൊടുക്കുന്നത് 450 രൂപ മുതൽ മേളിലേക്ക് വില കൊടുക്കുന്നത്. നമ്മൾ 100 രൂപയ്ക്കാണ് തൈ കൊടുക്കുന്നത്. ചെറിയ തൈ 5 ഇല 1 അടിപ്പൊക്കെയുള്ള തൈ. അപ്പൊ ഞാൻ അകലെയുള്ളവരെ അയച്ചു വിട്ടാൻ പറയും. അപ്പൊ നമ്മളൊരു തൈ ജയന്റിന്റെ ഒക്കെയാണ് ഒരു പഴത്തിനകത്ത് ഇപ്പോൾ 1/2 കിലോ ഉള്ളതാണെങ്കിൽ ഒരു പഴത്തിന് നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ 1/2 കിലോയ്ക്കാണ് 250 രൂപയാണ് 125 രൂപ കിട്ടും കൊമേഴ്സുകാരൻ. അപ്പോൾ പക്ഷേ ഇതിനകത്ത് അത് 125 രൂപ എടുത്ത ഒരാൾ വാങ്ങുകയാണെങ്കിൽ അയാൾക്ക് പഴം തിന്നുകയും ചെയ്യാം. 4 സീഡ് ഉണ്ടെങ്കിൽ 4 സീഡ് പായി കഴിഞ്ഞാൽ മുളച്ച് കിട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് 400 രൂപയുടെ തൈ കിട്ടി. അതാണൊരു ഗുണം. ഇവിടെ തൈകൾ കൊടുക്കാറുണ്ട്. തൈ കൊടുക്കുന്നുണ്ട്.